எங்க தப்பு நடந்தாலும் நான் வருவேൻ ഇന്ത്യനുക്ക് സാവേ കിടയാതെ 1996 സേനാപതി എന്ന കഥാപാത്രം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോടും കൂടി ചേർത്ത് പറഞ്ഞ ഡയലോഗാണിത്. പക്ഷേ അവിടുന്ന് 2024 അദ്ദേഹം പ്രേക്ഷകരുടെ ഇടയിലേക്ക് വരാൻ വേണ്ടിയിട്ട് കമലഹാസൻ ഇന്ത്യൻ എന്ന സിനിമയിൽ അവതരിപ്പിച്ച സേനാപതി എന്ന കഥാപാത്രം നമ്മുടെ മനസ്സിൽ ദിവടെയുണ്ട് അല്ലേ. ഇതേപോലെ ഒരുപാട് കഥാപാത്രങ്ങൾ കമലഹാസൻ സാർ ചെയ്തതുണ്ട്. സെക്കൻഡ് പാർട്ട് വരട്ടെ, വീണ്ടും സ്ക്രീനിൽ കാണണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന സിനിമകൾ. അക്കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട സിനിമയാണ് ഇന്ത്യൻ. അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. അത് നമ്മുടെ മുന്നിലേക്ക് എത്താൻ വളരെ കുറച്ച് ദിവസങ്ങളാണ് ബാക്കിയുള്ളത്. അപ്പോൾ അതിനു മുമ്പ് ഇന്ത്യൻ എന്ന സിനിമ നമ്മൾ കണ്ടിരിക്കണ്ടേ. ഹോട്ട്സ്റ്റാറിൽ സിനിമ അവൈലബിൾ ആണ്. 3 മണിക്കൂറുണ്ട് സിനിമ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ 3 മണിക്കൂർ എടുത്ത് സിനിമ കാണാൻ ഇപ്പോൾ തിയേറ്ററിൽ അത് കണ്ടിട്ടുള്ള ആളുകളുണ്ടാവാം. ഞാനത് തിയേറ്ററിൽ കണ്ടിട്ടില്ലാത്ത ഒരാളാണ്. തിയേറ്ററിൽ PVR അത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആദ്യ ദിവസങ്ങളിൽ പോകാൻ പറ്റിയില്ല. വളരെ കുറച്ച് ആളുകളും മറ്റുമാണ് കാണാനുണ്ടായിരുന്നതുള്ളതുകൊണ്ട് അവർ ഷോസ് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് മിസ്സായി. ഇനിയും വരുവാണെങ്കിൽ ഞാൻ ഉറപ്പായും പോയി കാണും. അതല്ലാതെ മറ്റു പ്ലാറ്റ്ഫോമുകളിൽ കണ്ടിട്ടുള്ള ആളുകളുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഇന്ത്യൻ 2 കാണുന്നതിന് മുമ്പ് ഇന്ത്യൻ കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ കുറേ നാൾ മുമ്പാണ്, കഥയൊന്നും കറക്റ്റായിട്ട് ഓർമ്മയില്ല, ക്ലൈമാക്സിൽ എന്താ സംഭവിച്ചതെന്ന് ഓർത്തിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ജസ്റ്റ് ഒരു ആ കഥയുടെ നട്ട്ഷെൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമ കാണാപാഠം പഠിച്ചിട്ടുള്ള ആളുകളുണ്ടാവും. ഓരോ ഡയലോഗും ഓരോ സീനും ഓരോ പാട്ടിൻ്റെ വരിയും കാണാതെ അറിയുന്നവരുണ്ടാവും. അവർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ബോറടിക്കാൻ സാധ്യതയുണ്ട്. സോ തുടർന്ന് കാണണോ വേണ്ടിയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഇന്ത്യൻ എന്ന സിനിമ ശങ്കർ സംവിധാനം നിർവഹിച്ച് AR റഹ്മാൻ സംഗീതമൊരുക്കി. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ആ സിനിമയുടെ വിജയത്തിന് വലിയൊരു കാരണം കൂടി ആയിട്ടുണ്ട്. കമലഹാസൻ, ഊർമിള, സുകന്യ, മനീഷ കൊയ്രാള തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള സിനിമയാണ്. ഈ സിനിമയുടെ ഒരു നട്ട്ഷെല്ലേ ഞാൻ പറയുന്നുള്ളൂ. ഒരുപാട് എക്സ്ട്രാ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. 2 നായികമാർ, കുറേ കോമഡി സീനുകൾ, ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. അതൊന്നും ഇതിൻ്റെ കോർ കഥയെ, ഇന്ത്യൻ 2 കാണുമ്പോൾ കോർ കഥയെ വലിയ കാര്യമായിട്ട് ബാധിക്കുന്നതല്ലാത്തതുകൊണ്ട് അത് നമ്മൾ ഒഴിവാക്കുകയാണ്. ഈ കഥ ആരംഭിക്കുന്നത് വീരശേഖരൻ സേനാപതിയിൽ നിന്നാണ്. തമിഴ്നാട്ടിലെ ബ്രിട്ടീഷ് വിരോധിയായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പാണ്. ബ്രിട്ടീഷുകാർ അവർ കാണിച്ചു കൂട്ടുന്ന എല്ലാ അതിക്രമങ്ങൾക്കെതിരെയും പോരാടുന്ന, വളരെ തീവ്രമായി അതിനോട് പ്രതികരിക്കുന്ന, സമാധാന പാതയൊന്നും പുള്ളിക്കില്ല, തീവ്രമായി തന്നെ പ്രതികരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഒരിക്കൽ ഒരു പെൺകുട്ടിയെ ഒരു ബ്രിട്ടീഷുകാരൻ ആക്രമിക്കുന്നത് കണ്ട് അയാളെ ആക്രമിക്കുന്നുണ്ട്. പെൺകുട്ടിയുടെ പേര് അമൃതവല്ലി എന്നാണ്. തീവ്രമായ ബ്രിട്ടീഷ് വിരോധം അല്ലെങ്കിൽ തീവ്രമായ രാജ്യസ്നേഹം ആ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു. സ്വാഭാവികമായും അവർക്കൊരു ചെറിയ കണക്ഷൻ ഉണ്ടാവുമല്ലോ. പിന്നീടൊരു സിമിലർ സിറ്റുവേഷനിൽ വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുന്ന ഒരു പരിപാടിയിൽ ബ്രിട്ടീഷുകാർ വന്ന് പ്രശ്നം ഉണ്ടാക്കുകയും അമൃതവല്ലിയെ നഗ്നയാക്കുകയും ചെയ്യുന്നു. പിന്നീട് അവിടെ വരുന്ന വീരശേഖരൻ സേനാപതി ആ പെൺകുട്ടിക്ക് തൻ്റെ ഷർട്ട് ഊരി കൊടുത്തിട്ട് അവൾക്ക് ജീവിതം കൊടുക്കുകയാണ്. അങ്ങനെ അവരിരുവരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ വീരശേഖരൻ സേനാപതിക്കെതിരെ ബ്രിട്ടീഷുകാർ അതിശക്തമായ നടപടികൾ എടുക്കാൻ തുനിയാണ്. അപ്പം നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറയുന്നൊരു ഘട്ടത്തിൽ അദ്ദേഹം സുഭാഷ് ചന്ദ്രബോസിൻ്റെ INA ചേരാൻ വേണ്ടി പോവുകയാണ്. പോകുന്നതിന് മുമ്പ് താൻ മടങ്ങി വരുമെന്നും ഇനി വന്നില്ലെങ്കിൽ നാടിനു വേണ്ടി ഉയർത്യാഗം ചെയ്തു എന്ന് വിചാരിച്ചോളൂ എന്ന് പറഞ്ഞ് അമൃതവല്ലിയോട് യാത്ര പറഞ്ഞ് INA ചേരുന്നു. നാഗാലാൻഡിൽ വെച്ച് സ്വന്തം ജീവൻ കളഞ്ഞുകൊണ്ട് ശത്രു സൈന്യത്തിൻ്റെ ടാങ്കറുകൾക്ക് കീഴിൽ സ്വയം ബോംബായിട്ട് മാറുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ സ്വന്തം ജീവൻ ബലിയർപ്പിക്കാൻ സന്നദ്ധനായി തന്നെ വീരശേഖരൻ സേനാപതി കടന്നു. പക്ഷേ അയാൾ ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ പിടിയിലായി. പിന്നീട് വളരെ ക്രൂരമായ മർദ്ദനങ്ങളാണ് അയാൾക്ക് ഏൽക്കേണ്ടി വരുന്നത്. പക്ഷേ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അയാളും സ്വതന്ത്രനായി. അമൃതവല്ലിയോടൊപ്പം അയാളും ചേരുകയാണ്. അവർക്ക് 2 മക്കളുണ്ടാകുന്നു. സുഭാഷ് ചന്ദ്രബോസിനോടുള്ള ആരാധന കൊണ്ട് സേനാപതി മൂത്ത മകന് ചന്ദ്രബോസ് എന്ന് പേരിട്ടു. ചന്ദ്രു എന്നാണ് അവനെ വിളിക്കുന്നത്. ഇളയ മകൾ കസ്തൂരി. ഇതിൽ വീരശേഖരൻ സേനാപതി എന്ന് പറയുന്നത് കമലഹാസൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ചന്ദ്രബോസ് അഥവാ ചന്ദ്രു എന്ന് പറയുന്ന കഥാപാത്രവും കമലഹാസൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സുകന്യയാണ് അമൃതവല്ലിയുടെ കഥാപാത്രം ചെയ്തിട്ടുള്ളത്. കസ്തൂരി തന്നെയാണ് കസ്തൂരി എന്ന കഥാപാത്രത്തിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ 2 മക്കളും വളർന്ന് വലുതാവുകയാണ്. സേനാപതിയുടെ മൂത്ത മകൻ ചന്ദ്രുവിന് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ജോലിയൊന്നും കിട്ടുന്നില്ല. കുറച്ച് പൈസ കൈക്കൂലിയായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ജോലി കിട്ടും. പക്ഷേ സേനാപതി രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ്. കൈക്കൂലി കൊടുക്കുക എന്ന് പറയുന്നത് ഈ രാജ്യത്തെ തകർക്കുന്നതാണ് എന്ന് തിരിച്ചറിവുള്ള ആളാണ്. പുള്ളി കൈക്കൂലി കൊടുക്കാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെ പറഞ്ഞ് വഴക്ക് ഒരു ലെവൽ കഴിയുമ്പോൾ ചന്ദ്രു വീട് വിട്ടു പോവുകയാണ്. പിന്നീട് അയാളൊരു കത്ത് വീട്ടിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹം ട്രാൻസ്പോർട്ട് ഓഫീസിൽ താൽക്കാലിക ജീവനക്കാരനായി ജോയിൻ ചെയ്തു എന്നുള്ളതാണ്. ആ വാർത്ത അറിഞ്ഞ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഈ ഗ്യാസ് അശ്രദ്ധമായി തുറന്നു വെച്ചിരിക്കുകയായിരുന്നു കസ്തൂരി. അവിടെ ചെന്ന് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കസ്തൂരി
ഗ്യാസ് പൊട്ടിത്തെറിച്ച് അപകടത്തിൽ പരിക്കേൽക്കുന്നു. അവളെയും കൊണ്ട് അച്ഛനും അമ്മയും ആശുപത്രിയിലേക്ക് ചെല്ലുന്നു. പക്ഷേ ആശുപത്രി ചെല്ലുമ്പോൾ ഡോക്ടർ പറയുന്നത് ഇതിന് ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ട്, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ആദ്യം പോകണം. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവർ പറയുന്നത് കുറേ കോംപ്ലിക്കേഷൻ ഉണ്ട്, നിങ്ങൾ വില്ലേജ് അസിസ്റ്റൻറ്റ് ഓഫീസർ കാണണം. ഈ പോകുന്ന എല്ലാ ഇടങ്ങളിലും ഡോക്ടറും പോലീസും വില്ലേജിലുള്ള ആളും ഇവരെല്ലാവരും ഇദ്ദേഹത്തോട് കൈക്കൂലി ചോദിക്കുന്നുണ്ട്. പക്ഷേ കൈക്കൂലി കൊടുക്കാൻ സേനാപതി തയ്യാറാവില്ല. അവസാനം ആശുപത്രിയിലേക്ക് തിരിച്ചെത്തുമ്പോൾ അയാൾ കാണുന്നത് തൻ്റെ മകൾ മരിച്ചിരിക്കുന്നതാണ്. ഇതറിഞ്ഞ് നാട്ടിലെത്തുന്ന മകൻ ചന്ദ്രു ഈ മകൾക്ക് ചിത കത്തിക്കാൻ തയ്യാറെടുക്കുന്ന സേനാപതിയോട് മാറി നിൽക്കൂ, നിങ്ങളാണ് അവളെ കൊന്നത് എന്ന് ആക്രോശിക്കുകയാണ്. അദ്ദേഹം മാറി നിൽക്കുന്നുണ്ട്. അങ്ങനെ മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിയുന്നു. ചന്ദ്രു തിരിച്ചു പോകുന്നു. പക്ഷേ സേനാപതിയുടെ ഉള്ളിൽ ഈ പക ഇങ്ങനെ വെന്ത് നീറാണ്. ഇവരൊക്കെ കൈക്കൂലി ചോദിച്ചതുകൊണ്ടാണ് തൻ്റെ മകൾക്ക് കൃത്യമായ സമയത്ത് ചികിത്സ കിട്ടാത്തത് എന്നയാൾ ചിന്തിക്കുകയാണ്. സ്വാഭാവികമായും ഈ ആളുകളോട് അദ്ദേഹം പ്രതികാരം ചെയ്യണമല്ലോ. അങ്ങനെ ഓരോരുത്തരെയായിട്ട് പുള്ളി കണ്ടെത്തി കൊല്ലുകയാണ്. അതിനുവേണ്ടി അദ്ദേഹം അഭ്യസിച്ചിരുന്ന മർമാണി വിദ്യകളൊക്കെ പുള്ളി പ്രയോഗിക്കുന്നുണ്ട്. അതാണ് സിനിമയിലെ വളരെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇന്ത്യൻ 2ൻ്റെ ടീസർ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഒരാളെ മാത്രം പുള്ളിക്ക് കൊല്ലാൻ കിട്ടുന്നില്ല. ഈ ചികിത്സ നിഷേധിച്ച ഡോക്ടർ. അദ്ദേഹം മിലിറ്ററിയിൽ സേവനത്തിന് പോയിരിക്കുകയാണ്. തിരിച്ച് നാട്ടിലെത്തുന്ന സമയത്ത് വേണം പുള്ളിയെ തട്ടാൻ. ഇത്രയും സംഭവം അവിടെ നിൽക്കട്ടെ. നമുക്ക് ചന്ദ്രുവിൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. ചന്ദ്രു ട്രാൻസ്പോർട്ട് ഓഫീസിൽ അവിടെ ഓരോ ആവശ്യങ്ങളുമായിട്ട് വരുന്ന ആൾക്കാരിൽ നിന്ന് കൈക്കൂലി വാങ്ങി ഓരോ പേപ്പേഴ്സ് ശരിയാക്കി കൊടുക്കുകയാണ്. അങ്ങനെ കിട്ടുന്ന പൈസ കൈക്കൂലിയായി കൊടുത്തിട്ട് വേണം അയാൾക്ക് ബ്രേക്ക് ഓഫീസറായിട്ട് ജോലി കിട്ടാൻ. കുറേ നാളത്തെ കഷ്ടപ്പാടിനൊക്കെ ഒടുവിൽ പുള്ളി ആ ജോലി നേടിയെടുക്കുകയാണ്. ഒരുപാട് കൈക്കൂലി വാങ്ങി, ഒരുപാട് കൈക്കൂലി കൊടുത്ത് അയാൾ ജോലി സ്വന്തമാക്കി. ആ ജോലിയുടെ ഭാഗമായിട്ട് ഒരു ബസ്സിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട സിറ്റുവേഷൻ വരുന്നു. ആ ബസ്സിന് യാതൊരു തരത്തിലും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റില്ല. അതിൻ്റെ ബ്രേക്കൊക്കെ വളരെ മോശമാണ്. വണ്ടി കണ്ടാലേ അറിയാം ആ വണ്ടി റോഡിലെന്നല്ല നാട്ടിൽ തന്നെ വെക്കാൻ പാടില്ല എന്ന് നമുക്കും തോന്നും. പക്ഷേ ആ വണ്ടിക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ചന്ദ്രു കൈക്കൂലി വാങ്ങുകയാണ്. തൊട്ടപ്പുറത്ത് കൈക്കൂലി വാങ്ങുന്നവനെയൊക്കെ തട്ടാൻ അച്ഛൻ റെഡിയായിട്ട് നിൽക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. പക്ഷേ അത് ചന്ദ്രുവിനറിയില്ല. ഇതിനിടയിൽ ആദ്യത്തെ കുറച്ച് സർക്കാർ ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയതിന് ശേഷം സേനാപതിക്ക് നേരെ അന്വേഷണം ഉണ്ടാവുകയാണ്. ആദ്യം ഇവർക്ക് കാര്യം മനസ്സിലാവുന്നില്ല. നമ്മുടെ നെടുമുടി വേണു അവതരിപ്പിക്കുന്ന CBI ഓഫീസറിൻ്റെ കഥാപാത്രമാണ് സേനാപതിയാണ് ഇതിനെല്ലാം പിന്നിൽ എന്ന് കണ്ടെത്തുന്നത്. അങ്ങനെ സേനാപതിയുടെ വീട്ടിൽ ചെന്ന് പുള്ളിയെ അറസ്റ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് സേനാപതി നെടുമുടി വേണുവിനെ ആക്രമിച്ച് മറ്റേ മർമാണി വിദ്യയൊക്കെ ഉപയോഗിച്ച് കീഴ്പ്പെടുത്തിയ ശേഷം അവിടുന്ന് രക്ഷപ്പെടുന്നു. പിന്നീട് ഒരു മർമ്മ വിദഗ്ധനെ കൊണ്ട് നെടുമുടി വേണു അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിനെ രക്ഷപ്പെടുത്തി എടുക്കുന്നുണ്ട്. പക്ഷേ ആ രക്ഷപ്പെടുത്തുന്ന ആൾ പറയുന്നത് ഇയാൾ മരിക്കരുത് എന്ന് വിചാരിച്ചുകൊണ്ട് താൽക്കാലികമായി ഇയാളെ കീഴ്പ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്തിരിക്കുന്നത്, കൊല്ലാനായിരുന്നെങ്കിൽ വളരെ ഈസി ആയിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇയാളൊരു നല്ല ഉദ്യോഗസ്ഥനാണ് എന്ന് സേനാപതിക്ക് ധാരണയുള്ളതുകൊണ്ടാണ് ഇയാളെ കൊല്ലാത്തത്. കാരണം കൈക്കൂലി വാങ്ങുന്ന ഈ നാടിൻ്റെ നല്ല വളർച്ചയ്ക്ക് ഭംഗം വയ്ക്കുന്ന ആളുകൾ മാത്രമേ സേനാപതി തട്ടുള്ളൂ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കൊലയെല്ലാം കൂടി ഒരു സീരിയൽ കില്ലിംഗ് എന്ന് പറയുന്ന ഒരു രീതിയിൽ ആളുകളുടെ മനസ്സിലെത്തിയിട്ടുണ്ട്. അങ്ങനെ CBI ഓഫീസറിൽ നിന്ന് രക്ഷപ്പെടുന്ന സേനാപതി നഗരത്തിലേക്ക് എത്തുകയാണ്. അവിടെയാണ് ചന്ദ്രു ജോലി ചെയ്യുന്നത്. ആ സമയത്ത് തന്നെ ഡോക്ടർ അവിടെ ഒരു ആശുപത്രിയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ഈ മിലിറ്ററിയിലെ സേവനമൊക്കെ കഴിഞ്ഞ് ആ ഡോക്ടറെ അവിടുന്ന് തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി സേനാപതിയും അമൃതവല്ലിയും എത്തുന്നു. സേനാപതി ഡോക്ടറെ മയക്കി തൻ്റെ വണ്ടിയിൽ കയറ്റുന്ന സമയത്ത് അമൃതവല്ലി സേനാപതിയിൽ നിന്നും സ്പ്ലിറ്റായി പോകുന്നുണ്ട്. അവർ നേരെ ചന്ദ്രുവിനെയാണ് മീറ്റ് ചെയ്യുന്നത്. ചന്ദ്രു ഓൾറെഡി നേരത്തെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ബസ് ഉണ്ടല്ലോ, ആ ബസ് അപകടത്തിൽപ്പെട്ട് 40ഓളം കുട്ടികൾ മരിച്ച് ഒരു വലിയ അന്വേഷണം നേരിടുന്ന ഘട്ടത്തിലാണ്. അതേസമയം സേനാപതി നേരത്തെ താൻ കടത്തിക്കൊണ്ടുപോയ ഡോക്ടറെ ഒരു ടെലിവിഷൻ ചാനലിൻ്റെ സ്റ്റുഡിയോ ഫ്ലോറിൽ കൊണ്ടുപോയി കൊലപ്പെടുത്തുകയാണ്. എന്നിട്ട് നാട്ടുകാർക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി കൊടുക്കുന്നുണ്ട്. കൈക്കൂലി പോലെയുള്ള കാര്യങ്ങൾ എത്രത്തോളം പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നൊരു ഒരല്പം ദൈർഘ്യമുള്ള ഡയലോഗാണ്. അപ്പോൾ അന്നത്തെ കാലത്തെ TV-യുടെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഷൂട്ട് ചെയ്ത് ഇതിൻ്റെ കാസറ്റ് സിംഗപ്പൂർക്ക് അയച്ചു കൊടുത്ത് അവിടെ നിന്നാണ് ഇത് ടെലികാസ്റ്റ് ചെയ്യുക. ഈ ലൈവോ അല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ എല്ലായ്പ്പോഴും ആളുണ്ടാവുക എന്നൊക്കെ പോലെയുള്ള പ്രശ്നങ്ങളില്ലെന്ന് തോന്നുന്നു. എന്തായാലും ആ ഷൂട്ട് ചെയ്ത കൊലപാതകത്തിൻ്റെ കാസറ്റ് സിംഗപ്പൂർക്ക് അയച്ചു കൊടുത്ത് അത് ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് കഴിയുമ്പോൾ സേനാപതിയുടെ അടുത്ത ടാർഗറ്റ് സ്വാഭാവികമായും ചന്ദ്രുവാണ്. 40ഓളം കുട്ടികളുടെ ജീവനാണ് അയാൾ കാരണം നഷ്ടപ്പെട്ടത്. അയാളുടെ കൈക്കൂലി വാങ്ങുന്ന സ്വഭാവം കൊണ്ട് നഷ്ടപ്പെട്ടത്. ഇടയ്ക്ക് പോലീസിൻ്റെ കസ്റ്റഡിയിലാവുന്ന സേനാപതിയെ നമ്മൾ കാണുന്നുണ്ട്. പോലീസ് കസ്റ്റഡിയിൽ വെച്ച് തന്നെ അയാളെ തീർക്കാൻ ഒരുപാട് പേര് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ CBI ഓഫീസർ നെടുമുടി വേണു അവതരിപ്പിക്കുന്ന കഥാപാത്രം അദ്ദേഹത്തിന് ഇയാളെ കൊല്ലണം എന്നൊന്നുമില്ല. ഇയാൾ നിയമത്തിൻ്റെ മുമ്പിൽ എത്തുക എന്നുള്ളതാണ് പ്രധാനം എന്നുള്ളതുകൊണ്ട് രക്ഷപ്പെടുത്തി മറ്റൊരു സങ്കേതത്തിലാക്കുന്നു. അവിടെ നിന്ന് സേനാപതി ഈസി ആയിട്ട് ചാടിപ്പോകുന്നു. പിന്നീട് എയർപോർട്ടിലേക്കാണ് സേനാപതി പോകുന്നത്. കാരണം മകൻ ബോംബെയിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിലാണ്. എയർപോർട്ടിലെ റൺവേയിൽ വെച്ചുണ്ടാകുന്ന ഒരു സംഘടന രംഗമുണ്ട്. അവിടെ വെച്ച് സേനാപതി മകൻ ചന്ദ്രുവിനെ കൊല്ലുകയാണ്. വണ്ടി ഓടിച്ചിരുന്നത് ചന്ദ്രു ആയിരുന്നു. സ്വാഭാവികമായും അയാൾ മരണപ്പെടുമ്പോൾ വണ്ടിയുടെ കൺട്രോൾ നഷ്ടപ്പെടുമല്ലോ. അതൊരു ഇന്ധനം നിറച്ച ടാങ്കർ ലോറിയിലേക്ക് ചെന്ന് ഇടിക്കുകയും അത് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സേനാപതി മരിച്ചു എന്ന് എല്ലാവരും വിചാരിച്ചിരിക്കുന്ന സമയത്താണ് അതിൻ്റെ വിഷ്വൽസ് പരിശോധിക്കുന്ന CBI ഓഫീസർ നെടുമുടി വേണു അവതരിപ്പിക്കുന്ന കഥാപാത്രം അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് സേനാപതി മരിച്ചിട്ടില്ല, പുള്ളി ആ സമയത്ത് അവിടുന്ന് ചാടി രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് കണ്ടെത്തുന്ന അതേ സമയത്ത് തന്നെ സേനാപതിയുടെ ഒരു ഫോൺ കോൾ CBI ഓഫീസർക്ക് കിട്ടുകയാണ്.
അപ്പോഴാണ് നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഡയലോഗ് സേനാപതി പറയുന്നത്. തെറ്റെവിടെ നടന്നാലും സേനാപതി എത്തും. അത് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തതിന് ശേഷം താൻ എവിടെയാണെന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും സേനാപതി CBI ഓഫീസർക്ക് കൊടുക്കുന്നില്ല. അതിനുശേഷം സേനാപതി നടന്നു പോകുന്ന ഒരു ലൊക്കേഷൻ നോക്കിയപ്പോൾ ജപ്പാനോ ചൈനയോ ആണെന്ന് എനിക്ക് തോന്നി. അവിടെ എഴുതിയിരിക്കുന്ന ലിപിയും അവിടെ നടന്നു പോകുന്ന ആളുകളും അതിൻ്റെ മൊത്തത്തിലുള്ളൊരു സ്ട്രക്ചർ, ഒരു ഡ്രാഗൺ ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു ചൈന ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലെങ്കിൽ മലേഷ്യ ആവാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. എന്തായാലും കൈക്കൂലി വാങ്ങി ഈ നാടിൻ്റെ പുരോഗതിക്ക് ഭംഗം വയ്ക്കുന്ന, ജനങ്ങൾക്ക് നീതി നിഷേധിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ടാണ് സേനാപതി തിരിച്ചു വരുന്നത്. സ്വന്തം മകനാണെന്ന് പോലും നോക്കാതെയാണ് അയാൾ കൊലപാതകം ചെയ്തത്. സ്വാഭാവികമായും ഇന്ത്യൻ 2 സേനാപതി തിരിച്ചു വരുമ്പോൾ അയാൾ നടത്താൻ പോകുന്ന അക്രമങ്ങൾ എന്ന് പറയുന്നത് വേറെ റേഞ്ച് ആയിരിക്കും. അയാളുടെ അക്രമം മുഴുവൻ തെറ്റ് ചെയ്യുന്നവർക്ക് മാത്രം എതിരെയാണ്. ശങ്കറിന് ഈ കൈക്കൂലി വാങ്ങുന്ന ആളുകൾ, തെറ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥർ, അവരോടൊക്കെയുള്ള ഒരു ആക്രമിക്കണം, കൊലപ്പെടുത്തണം എന്നൊക്കെ പറയുന്ന ഒരു സംഭവം നമുക്ക് അദ്ദേഹത്തിൻ്റെ പല സിനിമകളിലും കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒരുപക്ഷെ അത്തരം സാഹചര്യങ്ങൾ നേരിട്ടിട്ടുള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനൊരു തോന്നലുണ്ടാകുന്നത്, അല്ലെങ്കിൽ അത്തരം ജീവിതങ്ങൾ കൂടുതൽ അടുത്തറിഞ്ഞ ഭാഗമായിട്ടായിരിക്കാം. എന്തായാലും ഈ ഒരു എലമെന്റ് അദ്ദേഹത്തിന്റെ പല സിനിമകളിലുണ്ട്. അതൊക്കെ വിജയിച്ചിട്ടുള്ള ഫോർമുലകളുമാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 96-ൽ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന അഴിമതികളേക്കാൾ കൂടുതൽ ഇന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇന്ന് വിവരസാങ്കേതിക വിദ്യ വളരെ വലുതായതുകൊണ്ട് കൂടി അത്തരം കാര്യങ്ങൾ കൂടുതൽ ജനങ്ങൾ അറിയുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് പരാതികൾ ഉണ്ടാവുമല്ലോ. ആൻഡ് സേനാപതി എന്ന് പറയുന്ന കഥാപാത്രം, അദ്ദേഹത്തിൻ്റെ ആ ക്യാരക്ടറിൻ്റെ ഒരു അവതരണം വെച്ചിട്ട് പുതിയ ടെക്നോളജി മുഴുവൻ പുള്ളി പഠിക്കും. അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ ഉപയോഗിക്കാൻ കൂടി സേനാപതി തയ്യാറാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുതിയ ക്രൈമുകളൊക്കെ ഡിജിറ്റൽ ക്രൈമുകൾ കൂടി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ അയ്യപ്പനും കോശിയും എന്ന സിനിമയിൽ മുണ്ടൂർ കുമ്മാട്ടിയെക്കുറിച്ച് പറയുന്ന പോലെ തന്നെയാണ് എനിക്കും പറയാൻ തോന്നുന്നത്. നീ സേനാപതി എന്ന് കേട്ടിട്ടുണ്ടോ? ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇവിടെ ഒരുപാട് പേര് ഒരുപാട് കാലങ്ങളായി കൈക്കൂലി വാങ്ങി തെറ്റുകൾ അനുവദിക്കുകയും കിട്ടാത്തതിൻ്റെ പേരിൽ ശരികൾ അനുവദിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം സേനാപതി വന്നു. 5-6 കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥരാണ് അന്ന് മരിച്ചത്. അവരുടെയൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു പഴയ മോഡൽ കത്തി കൊണ്ടാണ് മരണകാരണം സംഭവിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മരിച്ചവരെ മുഴുവൻ ശ്വാസം പോലും പുറത്തു വിടാത്ത രീതിയിൽ മർമാണി വിദ്യ കൊണ്ട് അയാൾ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാലത്തിന് ശേഷം ഇനി അയാൾ തിരിച്ചു വരാൻ പോവാണ്. കാത്തിരിക്കണം കൈക്കൂലിക്കാരെ, നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ Indian 2 and welcome സേനാപതി back. Indian is back. Thank you so much for watching this video. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.